Hello, my dear people. Welcome back to ACP Vlogs. കുറച്ച് നാളായിട്ട് ഉറക്കത്തിലായിരുന്നു. സ്മോൾ ഹൈബർനേഷൻ റമദാൻ മാസമൊക്കെ ആയിരുന്നു. ബട്ട് ഐ എം ബാക്ക് നൗ. മൂവിങ് ഫോർവേഡ് പുതിയതും പഴയതുമായിട്ടുള്ള സിനിമകളുടെ വിശേഷങ്ങളായിട്ട് ഐ വിൽ ബി ഹിയർ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തമിഴിൽ റിലീസായ യൂത്ത് എന്ന ഫിലിമിനെ പറ്റിയാണ്. കെൻ കരുണാസ്, അതായത് അസുരൻ എന്ന ഫിലിമിലാണ് ഞാൻ ആദ്യമായിട്ട് കെന്നെ കാണുന്നത്. ആ ഫിലിമിൽ തന്നെ വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള തൻ്റെ ഒരു സിഗ്നേച്ചർ പ്ലേസ് ചെയ്തുകൊണ്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു കെൻ എന്ന് പറഞ്ഞ യങ് ആക്ടർ ആ ഫിലിമിൽ കൊണ്ടുവന്നത്. ആ ഫിലിമിൽ തന്നെ എനിക്ക് ആളെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു ആക്ടറാണ്. അപ്പം കെന്നിൻ്റെ ഡയറക്ടോറിയൽ ഡെബ്യൂ ആണ് യൂത്ത് എന്ന് പറഞ്ഞ ഫിലിം. കെന്നിൻ്റെ കൂടെ ഈ ഫിലിമിൽ മലയാളത്തിൽ നിന്നുള്ള സുരാജ് വെഞ്ഞാറമൂട് കെന്നിൻ്റെ ഫാദറായിട്ട് അഭിനയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഫിലിംസിൽ മദർ റോൾസായിട്ടും കോമഡി റോൾസിലായിട്ടും എല്ലാം സീരിയസ് റോൾസിൽ പോലും വന്നിട്ടുള്ള ദേവദർശിനി എന്ന് പറഞ്ഞ ആക്ട്രസ് ഉണ്ട്. അതല്ലാതെ മലയാളത്തിലെ തന്നെ ഒരുപാട് ഫിലിംസിൽ ശ്രദ്ധ നേടിയിട്ടുള്ള, ഈ അടുത്ത് പോലും കഴിഞ്ഞ ഡിസംബറിൽ റിലീസായ സിറൈ എന്ന തമിഴ് ഫിലിമിൽ പോലും വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് കാഴ്ചവെച്ച അനിഷ്മ അനിൽകുമാർ, പിന്നെ മീനാക്ഷി ദിനേഷ്, പിന്നെ ഹിന്ദി ടെലിവിഷൻ ഫെയിമായിട്ടുള്ള പ്രിയാൻഷി യാദവ് എന്നിവരാണ് ഇതിലെ മെയിൻ കഥാപാത്രങ്ങൾ. അതുകൂടാതെ ചെറിയ വേഷങ്ങളിൽ നമ്മുടെ പഴയ ആക്ട്രസ്, ഇപ്പോഴും ഒരുപാട് ടെലിവിഷൻസിലൊക്കെ ഉള്ള നളിനി എന്ന് പറഞ്ഞ ആക്ട്രസിനകത്ത് വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് പേരാണ് ഇതിൻ്റെ കാസ്റ്റിങ്ങിലുള്ളത്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് വിക്കി എന്ന് പറയുന്ന ആളാണ്. ആൻഡ് മ്യൂസിക് ബൈ ജി വി പ്രകാശ് കുമാർ. പടം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എന്നോട് ഒറ്റ വാക്കിൽ പറയാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. ഒരു ഡെബ്യൂ ഡയറക്ടറിൻ്റെ ഫിലിം കാണാൻ പോകുമ്പോൾ അതിനകത്ത് ഒരുപാട് സ്പെക്കുലേഷൻസ് വരാം. ഇത് നന്നാവുമോ, ഇത് ബോറിംഗ് ആവുമോ, അത് നമ്മൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഇറ്റ് വാസ് എ വർത്ത് വാച്ച്. ഒരു മിനിറ്റ് പോലും ആ പടത്തിൽ നമുക്ക് ബോറിംഗ് ആയിട്ടോ അല്ലെങ്കിൽ മടുപ്പായിട്ടോ ഫീൽ ചെയ്തിട്ടില്ല. ഫ്രം ദി സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് ടിൽ ദി എൻഡ് ദി ഫിലിം വാസ് എൻ്റർടൈനിങ്. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് നമുക്ക് പോസിറ്റീവ്സിൽ നിന്ന് തുടങ്ങാം. ഡയറക്ഷനിൽ സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ കെൻ ഒരു ഡെബ്യൂ ഡയറക്ടർ ആണെങ്കിൽ പോലും ആൾ ഒരു ഡയറക്ടറിന് വേണ്ടുന്ന മെച്യൂരിറ്റി ഈ ഫിലിമിൽ കാണിച്ചു എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഡയറക്ടോറിയൽ സ്റ്റൈല് എനിക്ക് ഇപ്പോൾ ഈ അടുത്ത് വന്നിട്ടുള്ള നമ്മുടെ പ്രദീപ് രംഗനാഥൻ്റെയൊക്കെ ഒരു സ്റ്റൈല് ഫീൽ ചെയ്തെങ്കിൽ പോലും ഇറ്റ് വാസ് റിയലി നൈസ്. പിന്നെ മ്യൂസിക് വാസ് വണ്ടർഫുൾ ആസ് ഓൾവേസ്. ജി വി പ്രകാശ് ഡിഡ് എ വണ്ടർഫുൾ ജോബ്. പിന്നെ വരുന്നത് ആക്ടിങ്ങിലാണ്. ആക്ടിങ്ങിൽ വരുമ്പോൾ കെന്നിനെ വെച്ച് തന്നെ തുടങ്ങാം. കെന്നിൻ്റെ ആക്ടിങ് എന്ന് പറയുമ്പോൾ കെൻ ഭയങ്കര എക്സ്പ്രസീവാണ്. ആളുടെ ഓരോ ഷോട്ട് വരുമ്പോഴും ആളുടെ ഫേസിൽ നല്ല രീതിയിൽ എക്സ്പ്രസീവായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. പിന്നെ അസുരനിലെ പോലെയും അത് കഴിഞ്ഞ് കെന്നിൻ്റെ വന്നിട്ടുള്ള പല ഫിലിംസിലെ പോലെ തന്നെ ആക്ടിങ്ങിൽ കെന്നിന് കുറ്റം പറയത്തതായിട്ട് വലുതായിട്ടൊന്നും വന്നിട്ടില്ല. പിന്നെ അവിടെ ഇവിടെ ക്രിഞ്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ദിസ് ഇസ് ആക്ച്വലി ഇതിൻ്റെ സ്റ്റോറിലായിട്ടും നമുക്ക് വരാം. കെന്നിൻ്റെ ആക്ടിങ് ഇറ്റ് വാസ് വണ്ടർഫുൾ. ദെൻ ഇതിനകത്ത് ഫീമെയിൽ ആക്ട്രസസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് മീനാക്ഷി ദിനേഷിനെയാണ്, ഫീമെയിൽ ആക്ട്രസ് ലീഡായിട്ട് വരുന്നത്. പുള്ളിക്കാരി ഷീ ഡിഡ് എ ഗുഡ് ജോബ്. പിന്നെ വരുന്നത് പ്രിയാൻഷി യാദവാണ്. ഈ 3 ആക്ടേഴ്സിലും ഏറ്റവും ഇഷ്ടപ്പെട്ടത് പ്രിയാൻഷിയാണ്. ബിക്കോസ് കെന്നിൻ്റെ ഒപ്പം തന്നെ അത്രയും എക്സ്പ്രസീവായിട്ടും അത്രയും ക്യൂട്ടായിട്ടും പുള്ളിക്കാരി പ്രസൻറ്റ് ചെയ്തു നല്ലതുപോലെ. പുള്ളിക്കാരിക്ക് ചെറിയൊരു സ്ക്രീൻ സ്പേസ് അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ആ കൊടുത്ത ജോലി ഷീ ഡിഡ് എ വണ്ടർഫുൾ ജോബ്. പിന്നെ വരുന്നത് നമ്മുടെ അനിഷ്മയാണ്. അനിഷ്മയ്ക്ക് കുറച്ചുകൂടി ഇമോഷൻസിൻ്റെ വേരിയേഷൻസ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരിക്ക് ആ ഒരു ക്യൂട്ട്നെസ് കൊടുക്കുന്നതും പഠിപ്പി വൈബ് വരുന്നതും അതുപോലെ തന്നെ സാഡ് ഇമോഷൻസ് പ്രസൻറ്റ് ചെയ്യുന്നതായിട്ട് ഒരുപാട് വേരിയേഷൻസ് പുള്ളിക്കാരിക്ക് പ്രസൻറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ആൻഡ് ഷീ ഡിഡ് എ വണ്ടർഫുൾ ജോബ്. പിന്നെ സുരാജ് വെഞ്ഞാറമൂട്, സുരാജിൻ്റെത് ഫാദർ ക്യാരക്ടറാണ്. കെൻ അവതരിപ്പിക്കുന്നത് പ്രവീൺ എന്ന് പറഞ്ഞൊരു ടീനേജ് ബോയാണ്. 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് +1 +2 കാലത്തിലുള്ളൊരു ടീനേജ് ബോയ്. ആ ആളുടെ ഫാദർ ക്യാരക്ടറായിട്ടാണ് സുരാജ് വന്നിരിക്കുന്നത്. സുരാജിനും കോമഡി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സാഡ് ഇമോഷൻസും ഒരു ഫാദർലി ഇമോഷൻസും എല്ലാം പോർട്രേ ചെയ്യാനുണ്ട് ഈ ഫിലിമിൽ. ആസ് ഓൾവേസ് സുരാജ് ഡ വണ്ടർഫുൾ ജോബ്. പിന്നെ ദേവദർശിനി ഒരു
മോനെ ജീവനായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു അമ്മ, ആ ഒരു ക്യാരക്ടർ പുള്ളിക്കാരി എല്ലാ രീതിയിലും, ഇപ്പോൾ ഫൺ ഇമോഷൻസ് ആയാലും മദർലി ഇമോഷൻസ് ആയാലും അങ്ങേയറ്റം മികവോട് തന്നെ പുള്ളിക്കാരി ചെയ്തു. പിന്നെ പറയാനുള്ളത് ബാക്കിയെല്ലാം ഇതാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റോറി ലൈൻ എന്ന് പറയുമ്പം ഇതിൽ പറഞ്ഞിരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് +1 +2 ഇതിലേക്ക് വരുന്ന ഒരു പയ്യൻ്റെ സ്റ്റോറിയാണിത്. ഇതിൻ്റെ പീരിയഡ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ 90s കിഡ്സിൻ്റെ പീരിയഡ്സ് ആണ്. കാരണം ഇതിനകത്ത് ഈ നമ്മൾ പണ്ട് ഇൻ്റർനെറ്റ് കഫേ പോയിരുന്ന് ഓരോന്ന് ചെയ്യുന്നതും, അതുപോലെ തന്നെ ക്രിക്കറ്റ് കളിക്കുന്നതും, ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുന്നതും, അങ്ങനെയുള്ള എലമെൻറ്റ്സ്, ആ ഒരു 90s കിഡ്സിൻ്റെ എലമെൻറ്റ്സ് ആണ് ഇതിൽ കൂടുതലും കാണിക്കുന്നത്. പിന്നെ ഇതിൻ്റെ നെഗറ്റീവ്സിലേക്ക് വരാനാണെങ്കിൽ, ഈ ഒരു 90s കാലഘട്ടം കാണിക്കുമ്പോൾ പോലും എനിക്ക് കുറേ എലമെൻറ്റ്സ് നമ്മുടെ കറണ്ട് ഒരു ടൈം ലൈനുമായിട്ട് ലിങ്കായി പോകുന്നുണ്ടോ എന്ന് ഇടയ്ക്ക് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഇതിൻ്റെ സ്റ്റോറി എന്ന് പറയുമ്പോൾ, ഇതിൻ്റെ സ്റ്റോറി അങ്ങനെ പുതുമയായിട്ടൊന്നുമില്ല. നമ്മൾ കണ്ട് മറന്ന സ്റ്റോറീസ് തന്നെയാണ്. പഠിക്കാൻ പോകുന്നതും പഠിത്തത്തിൽ ഉഴപ്പുന്നതും പിന്നെ ജയിക്കുന്നതും അങ്ങനെയുള്ളൊരു സ്റ്റോറി തന്നെയാണ്. ഇതിനകത്ത് അച്ഛൻ പാസമുണ്ട്, അമ്മ പാസമുണ്ട്, റൊമാൻസ് ഉണ്ട്, കുത്തിത്തിരിപ്പുണ്ട്, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. ക്രിഞ്ച് കോമഡീസും ഉണ്ട്. ആ ക്രിഞ്ച് കോമഡീസൊക്കെ ചില നേരത്ത് നമുക്ക് എന്നൊക്കെ ഫീൽ ചെയ്യും, പക്ഷേ അതും ഇതിനകത്തൊരു ഫൺ എലമെൻ്റാണ്. മൊത്തത്തിൽ ഈ പടം എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പൈസ മുടക്കി ആ തിയേറ്ററിൽ പോയി കാണുന്നതിന് ഒരു നഷ്ടമില്ലാത്തൊരു പടമാണ്. ഒരു പുതിയ ഡയറക്ടറിൻ്റെ പടം എന്നുള്ള രീതിയിൽ നമുക്ക് പോയിരുന്ന് കാണുന്നതിനകത്ത് ഒരു നഷ്ടവും നമുക്ക് വരില്ല. വളരെ എൻജോയ് ചെയ്യാൻ പറ്റി. തുടക്കം മുതൽ എൻഡ് വരെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തുടക്കം മുതൽ എൻഡ് വരെയും കംപ്ലീറ്റ്ലി ഫൺ പാക്ഡ് ആയിരുന്നു. ഓരോരുത്തർക്കും ഏൽപ്പിച്ചിരുന്ന ജോലി അതേപോലെ അവർ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു. ബട്ട് ഇതൊരു പുതിയ സ്റ്റോറിയല്ല, നമ്മൾ ഒരുപാട് കണ്ടു പറഞ്ഞ സ്റ്റോറി തന്നെ കെന്നിൻ്റേതായ രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ആൻഡ് ഇറ്റ് വാസ് വണ്ടർഫുൾ. പാട്ടുകളൊക്കെ നന്നായിരുന്നു. സോ കണ്ടിട്ടില്ലാത്തവർ പോയി കാണുക. ഇറ്റ്സ് എ ഗുഡ് മൂവി. സോ അടുത്തൊരു ഫിലിമിൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നവരെ സീ യു.